അച്ഛനൊരു സ്വാർത്ഥന. സർ, രജനി സാറിന്റെ മകളാന്നുള്ളതൊക്കെ ശരിയാ, പക്ഷേ ഇവളെന്റെ ഭാര്യയാ. എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയെ തല്ലുന്നത് എന്തോ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. ഗിരീഷേട്ടനും രചന ചേച്ചിയൊക്കെ എവിടെ അമ്മേ? അവര് പോയി. പോയോ? അയ്യോ, രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നല്ലേ പറഞ്ഞേ? അവരും കൂടി ഇവിടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാ ഞാൻ വേഗം അങ്ങ് വന്നത്. ഗിരീഷേട്ടന് പോകേണ്ട എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? എന്താ പെട്ടെന്ന് പോയത്? സിദ്ധു രജനയെ തല്ലി. എന്താമ്മേ, അച്ഛൻ രചന ചേച്ചി തല്ലിയെന്നോ? അമ്മ വെറുതെ പറയാണോ? ഞാൻ എന്തിനാ മോളെ കള്ളം പറയുന്നേ? എന്തു പറ്റി? എന്തിനാ അച്ഛൻ അങ്ങനെ ചെയ്തേ? സിദ്ധുവിനെ കുറ്റം പറയാൻ പറ്റില്ല. സിദ്ധുവിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. എന്താ സംഭവിച്ചേ? മോൾക്കറിയല്ലോ, രജനിയുടെ സ്വഭാവം ഈ ഇടയായിട്ട് തീരെ ശരിയല്ല. നിന്നെ കുറ്റപ്പെടുത്തി എന്തൊക്കെയോ പറഞ്ഞു. അത് സിദ്ധുവിന് ഇഷ്ടപ്പെട്ടില്ല. എന്നെ കുറ്റപ്പെടുത്തി എന്താ പറഞ്ഞേ? അവള് എന്തൊക്കെയോ പറഞ്ഞു. ചേച്ചി എന്തായിരിക്കും പറഞ്ഞെന്ന് എനിക്ക് ചിലത് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അത് പോട്ടെ, എന്നെക്കുറിച്ച് പറയുന്നൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കാറില്ലമ്മേ. മുൻപ് എനിക്ക് വിഷമമൊക്കെ വരുമായിരുന്നു. ഈയിടെ ഞാനതങ്ങ് വിട്ടു. എനിക്കെന്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒക്കെ ഉണ്ട്. അവിടെ ഇനി ചേച്ചി ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ചേച്ചി പറയട്ടെ. നാടൻ ഭാഷയിൽ പറയും പോലെ ഈ കാതി കൂടെ കേട്ട് മറ്റേ കാതി കൂടെ അങ്ങ് വിടും. എനിക്ക് വേണ്ടി അച്ഛനോ അമ്മയോ ചേച്ചിയോട് ദേഷ്യം കാണിക്കരുത്. അല്ല, ചേച്ചി ഇറങ്ങിയപ്പോ ഗിരീഷേട്ടൻ തടഞ്ഞില്ലേ? ഗിരീഷ രജനയും കുട്ടി ഇറങ്ങിയത്. സിദ്ധു രജനയെ തല്ലിയത് ഗിരീഷിനാ കൂടുതൽ ഫീൽ ചെയ്തേ. ഗിരീഷ് വ്യക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. ആണോ? ഗിരീഷ് പറഞ്ഞതും കൃത്യമായ കാര്യോ. നേരാ, അച്ഛനൊരിക്കലും ചേച്ചി തല്ലാൻ പാടില്ലായിരുന്നു. ഗിരീഷ് ഇത്രയും തുറന്ന് പ്രതികരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു അകൽച്ച പോലെ ആയി പോവുന്ന എന്റെ പേടി. ഗിരീഷേട്ടനോ അകലോന്നോ? ഏയ്, ഒരിക്കലും ഇല്ലമ്മേ. ഗിരീഷേട്ടന്റെ ആശയങ്ങളെപ്പോലെ തന്നെ വലുതാ ആ മനസ്സും. കൃത്യമായ കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി തന്നെ പറയും. അതവിടെ തീരുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഗിരീഷേട്ടൻ കാര്യങ്ങൾ എത്തിക്കൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ രജന ചേച്ചി ഒന്ന് വിളിക്കാം. വേണ്ട വേണ്ട മോളെ, 2 ദിവസം കഴിയട്ടെ. ഇന്ന് എന്തായാലും ഒരു ചൂട് മനസ്സിലുണ്ടാവും. ഒന്ന് ശാന്തമാവട്ടെ. അമ്മേ, ഒരു ന്യൂസ് ഉണ്ട്. എന്താ മോളെ? ഋഷി കാണാനില്ലെന്ന്. അരുന്ധതി മാഡം അവനെ കാണാനില്ലെന്ന് കാണിച്ച് ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു. വേണ്ട, അരുന്ധതിയെക്കുറിച്ച് ഋഷിയെക്കുറിച്ചും എനിക്കൊന്നും കേൾക്കണ്ട. അതെ, അവൻ അമ്മയോട് കാണിച്ചത് ശരിയായില്ല. അമ്മ ശക്തമായിട്ട് തടഞ്ഞതുകൊണ്ടാ ഞാൻ അവനോടത് ചോദിക്കാൻ പോവാഞ്ഞത്. പക്ഷേ ഇന്നിപ്പോ അവനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ അവൻ കട്ടിലില് തളർന്നു കിടന്ന ദിവസങ്ങളാ ഓർമ്മ വന്നേ. ഞാനാ അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ. ഇന്നിപ്പോ കാണാനില്ലെന്നറിഞ്ഞപ്പോ ചെറിയൊരു വിഷമം. നീ എന്തിനാ വിഷമിക്കുന്നേ? അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊരു വിഷമവുമില്ല. അന്നെന്നെ കൊല്ലാൻ കൊണ്ടുപോയി തടവിൽ വെച്ചതും പെരുവഴിയിൽ നിർത്തി അപമാനിച്ചതും ഒന്നും ഞാൻ മറക്കില്ല. അന്ന് നിങ്ങൾ പകരം വീട്ടാൻ നിന്നപ്പോ ഞാൻ എല്ലാവരുടെയും ഭാവിയും കുടുംബത്തിന്റെ സമാധാനവും ഒക്കെ ആലോചിച്ചാ തടഞ്ഞത്. അവൻ ഒരിടത്തും പോയിട്ടുണ്ടാവില്ല, നാട്ടിൽ തന്നെ കാണും. തക്കം പാർത്തിരിക്കുകയായിരിക്കും അടുത്ത അവസരത്തിന്. വരട്ടെ, ഇനി അവൻ എന്റെ നേർക്ക് വരുന്ന ദിവസം വരട്ടെ, ഓങ്ങി വെച്ചിരിക്കാ ഞാൻ.